ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടൊരു അച്ചപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അച്ചപ്പം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഫ്ലോപ്പ് ആവാനും ചാൻസ് ഉള്ള റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിയൊക്കെ പൊടിച്ചിട്ടൊക്കെ കാണിച്ചതുകൊണ്ടാണ് വീഡിയോ കുറച്ച് വലുതായിട്ടുള്ളത്. പക്ഷേ സംഭവം സിമ്പിളാണ് കേട്ടോ. അപ്പോൾ കണ്ടു വയ്ക്കാമല്ലോ. അപ്പോൾ നമ്മുടെ അച്ചപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 2.5 കപ്പ് അളവിലുണ്ടാവും കേട്ടോ. ഇത് ആദ്യം നന്നായിട്ട് 2-3 തവണ കഴുകിയെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 മണിക്കൂർ ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് കുതിർന്ന് വന്നതിന് ശേഷം കഴുകി ഊറ്റിയെടുത്തിട്ടുള്ള അരിയാണിത്. അപ്പോൾ നമ്മൾ അരി മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാനാണ് കേട്ടോ, അരയ്ക്കുന്ന രീതിയിലല്ല ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വെക്കുക. ഇതുപോലെ ഇങ്ങനെ കൊട്ടയിലാക്കി വെക്കുകയാണെങ്കിൽ വെള്ളമൊക്കെ അങ്ങ് പോയിക്കോളും. ഇനി ഈ അരി മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒരു 2-3 തവണയായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ആദ്യമേ എല്ലാം കൂടി ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞ് കിട്ടില്ല, കൂടുതലുണ്ടായ ഭയങ്കര ബുദ്ധിമുട്ടേക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ചിട്ടിട്ട് ഒരു 3-4 തവണയായിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് തരിയില്ലാതെ പൊടിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പയിലൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. തരിയൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ടുള്ള പച്ചരിയുടെ പച്ചപ്പൊടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുഴുവൻ അരിയും ഇതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് അരിച്ചൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു പൊടി വെച്ചിട്ടാണ് നമ്മളിപ്പോൾ അച്ചപ്പം ഉണ്ടാക്കുന്നത്. ഇതല്ലാതെ സാധാരണ ഡയറക്റ്റ് പച്ചരി മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ടും ചെയ്യാം കേട്ടോ, അതും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നതാണ്. ഇനി മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. 1/2 കിലോയ്ക്ക് നമ്മളിപ്പോൾ 2 കോഴിമുട്ട എടുക്കുന്നുണ്ട്. അതായത് 1/2 കിലോ അരി എടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ 1/2 കിലോ മൈദ കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കണം. ചെറിയുള്ളി ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കൂടുതലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഒരു 8-10 ചെറിയുള്ളി എടുക്കുന്നുണ്ട് 1/2 കിലോയിലേക്ക്. കൂടുതലൊന്നും ഉണ്ടാവില്ല, കറക്റ്റ് അളവ് തന്നെയായിരിക്കും. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. മധുരത്തിന് ആവശ്യമായിട്ടൊരു 1.5 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക, ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ചെറിയുള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് അരഞ്ഞോട്ടെ. നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മാവ് മിക്സാക്കി എടുക്കുന്ന ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇനി ഈ കൂട്ടിലേക്കാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ തേങ്ങ പൊട്ടിച്ചിട്ട് അതിന് 2 മുറിയും ചിരവ് എടുത്തിട്ട് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കട്ടിയുള്ളൊരു ഗ്ലാസ് തേങ്ങാപ്പാലും കിട്ടിയിട്ട് 1 കപ്പും കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ തേങ്ങയുടെ 2-ാം പാലും 3-ാം പാലും എല്ലാം കൂടെ ഒന്നിച്ച് കുറച്ച് ലൂസാക്കി എടുത്തിട്ടുള്ള കുറച്ച് പാലും എടുത്തിട്ടുണ്ട്. ഇതൊരു 3-4 കപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 5 കപ്പിൻ്റെ ഉള്ളിലൊക്കെ വേണ്ടി വരും മൊത്തത്തിൽ മിക്സാക്കി വരുന്ന സമയത്ത്. അപ്പോൾ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഒരു തേങ്ങയുടെ മാക്സിമം പാൽ നമ്മൾ പിഴിഞ്ഞങ്ങ് എടുത്താൽ മതി. അപ്പോൾ ആദ്യം ഒഴിച്ച് നോക്കി മിക്സാക്കിയിട്ട് ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഈ തേങ്ങാപ്പാലിൻ്റെയും മുട്ടയുടെയും കൂട്ടിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള പച്ചരിപ്പൊടി ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കിലോ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 1/2 കിലോ പച്ചരി എടുത്തപ്പോൾ 1/2 കിലോ മൈദ, രണ്ടും ഒരേ അളവിലാണ് എടുക്കുന്നത്. മൈദ കുറച്ച് കൂടുതലാണോ എന്ന് തോന്നുന്നു നിങ്ങൾക്ക്, പക്ഷേ കുഴപ്പമില്ല കേട്ടോ. സാധാരണ നമ്മളൊരു 200 ഗ്രാം മൈദയൊക്കെ എടുക്കലുള്ളൂ, അല്ലെങ്കിൽ ഒരു 1/4 കിലോ എടുക്കലുള്ളൂ. പക്ഷേ ഇത് നമ്മൾ സെയിം അരി മൈദ ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇനി ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ബാക്കി തേങ്ങാപ്പാലും കൂടെ കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ദോശമാവിൻ്റെ ഒക്കെ ഒരു കട്ടിയുണ്ടല്ലോ, ആ ഒരു പാകത്തിലേക്ക് ആക്കിയെടുക്കുക. അപ്പോൾ ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. മാവ് അതിൽ മിക്സ് ആക്കിയെടുക്കാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. കുറച്ചൊരു വലിയ പാത്രത്തിലിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഈ സമയത്ത് മധുരം ടേസ്റ്റ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഒരു 1/4 കപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1.25 കപ്പിൻ്റെ അടുത്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നോക്കുക മധുരം ഈ സമയത്ത് ജസ്റ്റ് ടേസ്റ്റ് നോക്കുമ്പോൾ ഒരു അച്ചപ്പത്തിൻ്റെ മധുരം അറിയാലോ, അതിനനുസരിച്ച് ഇട്ടാൽ മതി. ആദ്യമേ ഒന്നിച്ചിട്ടുണ്ട്, കാരണം മധുരം കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അച്ചപ്പത്തിൻ്റെ കളറ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഓരോരുത്തർക്കും വേണ്ട മധുരത്തിനനുസരിച്ച് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടിന് ഇതിലേക്ക് ഈ സമയത്ത് ഒരു 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കഴുകി വാരി എടുത്തിട്ടുള്ള കറുത്ത എള്ള് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കരിഞ്ജീരകം ഇഷ്ടമുള്ളവർക്ക് 1 ടീസ്പൂൺ വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുകൂടെ ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു മാവ് കലക്കിയെടുക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള തേങ്ങാപ്പാലിൻ്റെ മൊത്തം അളവ് എന്ന് പറയുന്നത് ഒരു 4.25 to 5 കപ്പാണ് കേട്ടോ. മാക്സിമം ഒരു 5 കപ്പിൻ്റെ ഉള്ളിൽ മതിയാവും. നോക്കിയിട്ട് എടുക്കുക. അതായത് കലക്കിയെടുക്കുന്ന സമയത്ത് ഒരു അത്യാവശ്യം ഒന്ന് കുറുകിയിരുന്നോട്ടെ. ആ ദോശമാവിനേക്കാൾ ഒരു പൊടി ലൂസ്, നമ്മൾ ദോശമാവിൻ്റെ ഒക്കെ ഒരു കലക്ക് ആ ഒരു രീതിയിൽ അങ്ങ് ആക്കിയെടുത്താൽ മതി. ഇൻ കേസ് നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ചങ്ങ് ലൂസായി പോയി എന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി മൈദ ഇട്ട് മിക്സ് ആക്കിയാലും മതി, ടെൻഷൻ അടിക്കാനൊന്നുമില്ല. അപ്പോൾ മാക്സിമം തേങ്ങാപ്പാലിൽ തന്നെ കലക്കിയെടുക്കാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇത് സമയം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ എണ്ണയൊക്കെ ചൂടാവുന്ന ആ ഒരു സമയം ഒരു 10-15 മിനിറ്റ് ഇതിവിടെ ഇരിക്കട്ടെ.
ഇനിയിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ അച്ചപ്പം ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ ഫ്ലോപ്പ് ആവാൻ കൂടുതൽ ചാൻസ് ഉള്ള ഒരു ഐറ്റമാണ് നമ്മൾ അച്ചപ്പം. വളരെ സിമ്പിൾ ആണെങ്കിൽ പോലും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എണ്ണ ചൂടാവാൻ വേണ്ടി വെക്കുന്ന സമയത്ത് തന്നെ അതിലേക്ക് നമ്മുടെ അച്ചും കൂടി ഇട്ട് വെക്കുക. എന്നിട്ട് ഈ അച്ചപ്പത്തിൻ്റെ അച്ചും ചൂടായി വരണം, എന്നാലേ നമ്മൾ മാവിലേക്ക് മുക്കുമ്പോൾ അതിൽ കറക്റ്റ് പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഞാനെപ്പോഴും ഇന്ന് അച്ചപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ തലേദിവസം തന്നെ കുറച്ചൊരു ഓയിലിൽ ഈ ഒരു അച്ചങ്ങ് ഇട്ട് വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടലുണ്ട്, ടെൻഷന് ഇല്ലാത്ത രീതിയിൽ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മാവ് ഒരു പാത്രത്തിലെടുത്ത് വെക്കുക. എല്ലാം കൂടെ മറ്റേ വലുതിലിട്ട് മുക്കണ്ടല്ലോ. എന്നിട്ട് ചൂടായിട്ടുള്ള ഈ അച്ച് മാവിലൊന്ന് മുക്കുക. ഒരു പകുതി മുക്കിയാൽ മതി, ഒരു 3/4 ഭാഗത്തോളം മുക്കുക. നിറച്ച് മുക്കിയാൽ ഇതുപോലെ ഈസി ആയിട്ട് വിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ നല്ല അച്ചയ്ക്കാണ് മാവ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് വിട്ട് കിട്ടിക്കൊള്ളൂ കേട്ടോ. പെട്ടെന്ന് വിട്ടാൽ തന്നെ ഒരു സമാധാനമാണ് ആദ്യത്തത്. എന്നിട്ട് ഇനി അടുത്തത് എടുക്കുമ്പോൾ ഇതേപോലെ എണ്ണയിൽ അച്ച് മുക്കിയിട്ട് ഒരു പകുതി 3/4 ഭാഗത്തോളം മാവ് മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ എണ്ണയിലേക്ക് വെക്കുക. വെക്കുന്ന സമയത്ത് അടിഭാഗം ചേർത്ത് വെക്കണ്ട കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഷേപ്പ് പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് പിടിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ചൂടാറി അപ്പോൾ അതങ്ങ് പോകുമ്പോൾ ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഓരോ തവണയും നമ്മൾ എണ്ണയിൽ മുക്കിയതിന് ശേഷം വേണം മാവിൽ മുക്കുക. എന്നിട്ട് എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുക. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. കാരണം ഫ്ലോപ്പ് ആവാൻ ചാൻസ് കൂടുതലുള്ള ഐറ്റം ആയതുകൊണ്ടാണ്. പിന്നെ നമ്മളൊരു 4-5 ഒക്കെ ഒന്നിച്ച് ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം വെച്ചത് പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കണേ. ഓരോന്നോരോന്ന് പെട്ടെന്ന് ആയി കിട്ടും. ഇത് പിന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. കുറച്ച് സമയം നമ്മൾ നിൽക്കണമെന്നേ ഉള്ളൂ. പക്ഷെ സംഭവം പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടിക്കോളും. അതുപോലെ തന്നെ അച്ചപ്പം ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണയുടെ ചൂടും നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഭയങ്കര ചൂടിൽ ചെയ്യേണ്ട, ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ അങ്ങനെ ഇട്ട് തീ കൂട്ടിയും കുറച്ചൊക്കെ ചെയ്ത് നോക്കുക. ഇൻ കേസ് നിങ്ങളിത് ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണയിലേക്ക് ഇളകി വീഴുന്നില്ല, അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുക എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീ കുറച്ചിട്ടും കൂട്ടിയിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. ഒരു 3-4 അങ്ങ് ഫ്രൈ ആയി കിട്ടുമ്പോൾ പിന്നെ അങ്ങ് ട്രാക്കിലായിക്കോളും. പിന്നെ പെട്ടെന്ന് ഈസി ആയിട്ട് പരിപാടി കഴിഞ്ഞോളൂ. അപ്പോൾ ആദ്യം ഫ്രൈ ആവുന്നത് എടുത്ത് മാറ്റേണ്ട കാര്യം മറന്നു പോകരുത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ അങ്ങ് ഫ്രൈ ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണയിലിട്ടിട്ട് തന്നെ അച്ചപ്പത്തിൻ്റെ കളർ ഒരുപാട് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടിട്ട് അത്യാവശ്യമൊക്കെ ഒന്ന് ഫ്രൈ ആയി വെന്ത് വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് മാറ്റുക. എന്നിട്ട് പിന്നെ പുറത്തിരുന്ന ആ ചൂടിൽ ഒന്നുകൂടെ കളറങ്ങ് മാറിക്കോളും. നമ്മൾ ആ അച്ചപ്പത്തിൻ്റെ ഒരു പകുതി ഭാഗം ചുട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അച്ഛൻ്റെ ഈ ഒരു ഭാഗം വിട്ടുപോയിട്ട്, ഇത് കുറേ പഴക്കമുള്ള ഒരു അച്ചായിരുന്നു കേട്ടോ. നാട്ടിൽ നിന്ന് കുറേ മുമ്പ് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അച്ഛൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഒരു നിമിഷം എന്ത് ചെയ്യുന്നിങ്ങനെ വിചാരിച്ച് നിന്ന് പോയെങ്കിൽ പിന്നെ ഞാൻ കട്ടിങ് പ്ലെയർ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ബാക്കി മുഴുവൻ മാവും ചുട്ടെടുത്തു കേട്ടോ. അപ്പോൾ ഇത് വെറുതെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇൻ കേസ് ഇനി ആരെങ്കിലുമൊക്കെ ചുടുന്ന സമയത്തൊക്കെ പഴയ അച്ചക്ക് ഇതുപോലെ പൊട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കേണ്ട. ജസ്റ്റ് ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ട് സംഭവം നമുക്ക് ചുട്ടെടുക്കാം. നല്ല ഈസി ആയിട്ട് തന്നെ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിന് നീട്ടം കുറവായതുകൊണ്ട് കൈ ചൂടാവുന്നൊരു പ്രശ്നം കിട്ടും. എന്നാലും ജസ്റ്റ് നോക്കിയിട്ട് ചെയ്താൽ മതി. ജസ്റ്റ് വെറുതെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള അച്ചപ്പമൊക്കെ ഇതുപോലെ തന്നെ ചുട്ടെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ ഏകദേശം ഒരു 85 to 90 അച്ചപ്പൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ശരിക്കും ഇത് പൊട്ടിച്ച് കഴിക്കുന്ന സമയത്ത് നല്ല കറുമുറ ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മൈദയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ 3-4 ദിവസമൊക്കെ നല്ല ഏട്ടായിട്ടുള്ള കുപ്പിയിൽ അടച്ച് വെച്ചാലും ബലം വെച്ച് ഇങ്ങനെ മുറുകിയിരിക്കുന്ന പോലെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ വളരെ കുറഞ്ഞ അളവിൽ മൈദ എടുത്തിട്ട് ചെയ്യുന്നുണ്ട്, അതിനും ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഇത് ഷെയർ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള അച്ചപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് നാട്ടിൽ കാക്കാൻ്റെ വൈഫൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സുസിൽ ചേച്ചിയുണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്തിട്ടുള്ളത്. മൈദ കുറച്ച് കൂടുതലാണെങ്കിൽ പോലും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്തു നോക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുവരെ സക്സസ് ആവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കിക്കോളൂ. കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഒരു 1/4 കിലോ അളവിൽ ചെയ്താൽ മതി കേട്ടോ, ഇത്രയ്ക്ക് വേണ്ടെങ്കിൽ. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനി എന്തായാലും നല്ല റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്